Hello, welcome to Market Discussion of the Day. Today, August 20th, 2026, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ഓഗസ്റ്റ് 31 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ആൽഗോ ട്രേഡിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാതിരുന്നത്. ഓക്കെ, സോ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് ആൽഗോ. ഓക്കെ, നമ്മൾ ആക്ച്വലി പബ്ലിക്കിന് കൊടുക്കാൻ തുടങ്ങിയത് 2 ആഴ്ചയായിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓൾ ടുഗെദർ. ഓക്കെ, സോ ആൽഗോയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഉറപ്പായിട്ടും മെസ്സേജ് അയക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പം ഇന്നലെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ന്യൂസ് എന്താണ്? നമ്മളുടെ FOMC മിനിറ്റ്സിൻ്റെ ന്യൂസ് ആയിരുന്നു അല്ലേ. സോ FOMC മിനിറ്റ്സിൻ്റെ ന്യൂസിന് മുന്നേ ആയിട്ട് ബേസിക്കലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് FOMC മിനിറ്റ്സ് മീറ്റിങ്ങിൽ വലിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളതായിരുന്നു അല്ലേ. സോ ബട്ട് അതിന് മുന്നേ ആയിട്ട് വൈകുന്നേരം US മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഓൾമോസ്റ്റ് 4360 നിന്ന് മാർക്കറ്റ് ഒറ്റ സിംഗിൾ ക്യാൻഡിൽ 4440 പിന്നീട് 4530 ഓൾമോസ്റ്റ് 1500 പിപ്പിൻ്റെ മുകളിലുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, ഒറ്റ സിംഗിൾ വളരെ പെട്ടെന്ന് നടന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് അതിൽ നിന്ന് ഈവൻ നമ്മുടെ ആൽഗോയിൽ നിന്ന് പോലും നല്ല പ്രോഫിറ്റ് ഇന്നലെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 800 പിപ്പിൻ്റെ പ്രോഫിറ്റാണ് ആൽഗോ ഇന്നലെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നത് ഈ ഒരു മൂമെൻറ്റിൽ. ഓക്കെ, സോ എന്തായാലും അതിൻ്റെ ഉള്ള മെയിനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ ഒരു ഹെവി സെല്ലിംഗ് DXYയിൽ US $, ഇൻഡെക്സിൽ ഹെവി സെല്ലിംഗ് ഉണ്ടാവുകയും ഒരു സഡൻ US ട്രഷറി ബോണ്ട് ഈൽഡിൽ ഒരു സഡൻ ഡ്രോപ്പ് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനുശേഷം ഡെഫിനറ്റ്ലി നമ്മളുടെ FOMC മിനിറ്റ്സ് വന്നു. FOMC മിനിറ്റ്സ് ഹോക്കിഷ് ആയിട്ടാണ്, അതായത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ അതിൽ ഫെഡ് ഓൾമോസ്റ്റ് 0.25% കൂട്ടണം എന്നുള്ളതാണ് 3 ഓളം ഫെഡ് മെമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, സോ അത് നമുക്ക് ഹോക്കിഷായിട്ട് തന്നെ ഇരിക്കാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. ബിക്കോസ് ഇൻഫ്ലേഷൻ്റെ ഫിയർ തന്നെയാണ്. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ബേസിക്കലി ഇൻഫ്ലേഷൻ്റെ ഫിയർ തന്നെയാണ് അതിനുള്ളൊരു റീസൺ. സോ ബാക്കിയുള്ള ആൾക്കാർ ഒരു വെയിറ്റ് ആൻഡ് സീ, കുറച്ചും കൂടെ എക്കണോമിക് ഡേറ്റാസ് വരട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് ബാക്കിയുള്ള ഫെഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഗോൾഡ് 4490 അവിടെ നിൽക്കുകയാണ്. നല്ലൊരു മൂവ്മെൻറ്റാണ് ആക്ച്വലി ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ടിട്ട് എനിക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ ഗോൾഡ് ബേസിക്കലി അപ് ട്രെൻഡ് തന്നെയാണ്. സോ എനിക്ക് ഇന്നത്തെ ദിവസം ഗോൾഡിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ ആക്ച്വലി എനിക്കറിയില്ല. കാരണം നമുക്ക് നല്ല രീതിയിലുള്ളൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ബേസിക്കലി 4480 നമുക്കുള്ളൊരു ബൈയിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 4480 അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നലത്തെ ദിവസം മാത്രമാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് US സെഷനിലും അത് സപ്പോർട്ട് ചെയ്യണം. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 4480 മുകളിലായിട്ട് സപ്പോർട്ട് ചെയ്യണം. സോ ഇന്നത്തെ ദിവസം അത് മാത്രമല്ല, ഇന്നലത്തെ ദിവസം നമ്മൾ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് നമുക്കിൽ ജനറേറ്റ് ചെയ്തത് കൊണ്ടിട്ട് തന്നെ ഇന്ന് ഗോൾഡിൽ ആക്ച്വലി എനിക്കൊന്നും പറയാനായിട്ടില്ല. ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഞാനും പേഴ്സണലി ട്രേഡ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു 1500 പിപ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മാറി നിൽക്കാറാണ് പതിവ്. കാരണം നമ്മൾ വെറുതെ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 4480 അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ ഉറപ്പായിട്ടും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, പക്ഷേ എൻ്റെ പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ,
അതേപോലെ നമുക്ക് നേരെ GBP USDയിലോട്ട് പോകാം. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് ഇന്നലത്തെ. ഐ മീൻ നമുക്ക് എല്ലാവരും 1.3500 ഗോൾഡ് ബൈ ചെയ്തിട്ടുണ്ടാവും. അതും മെനഞ്ഞാന്ന് ബൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ ആ ഒരു പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് ഇന്നലെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 100 പിപ്സിന് മുകളിലുള്ളൊരു പ്രോഫിറ്റ്, 0.1 ലോട്ടിലുള്ള ഒരാൾക്ക് $100 മുകളിലുള്ളൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞ ബുധനാഴ്ച, ചൊവ്വാഴ്ച നമ്മൾ പറഞ്ഞ ട്രേഡായിരിക്കും അല്ലേ. ചൊവ്വാഴ്ച നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രേഡ് അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഇന്നും പറയുന്നത് GBP USDന്ന് തൽക്കാലത്തേക്ക് ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാതിരിക്കുക. വി വാണ്ടഡ് ടു നോ വെദർ ഇറ്റ് സസ്റ്റെയിൻ എബവ് 1.3600 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBP USD ട്രേഡ് ചെയ്യണ്ട എന്നുള്ളൊരു കാര്യത്തിലോട്ട് ഞാൻ നിങ്ങളടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ദിവസം GBP USD മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യൂറോ USDയിലോട്ട് വരാം. യൂറോ USD 1.1681. യൂറോ USDയിലോട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഐ മീൻ GBP USD നമ്മൾ താഴെ വീണ് കിട്ടിയാൽ 1.3500 അല്ലെങ്കിൽ 1.3560 ഓക്കെ, 1.3560 ആയിരിക്കും അടുത്തൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് പോകുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യം. 1.3560 മുകളിലായിട്ട് 1.3560 അവിടെ നമുക്ക് കിട്ടിയാൽ GBP USD ബൈ ചെയ്യാം. ഓക്കെ, ഇല്ലാത്ത പക്ഷം മാറി നിൽക്കുക. ഓക്കെ, നമുക്ക് യൂറോ USDയിലോട്ട് വരാൻ നേരത്ത് യൂറോയും 1.1650 അടുത്ത്, അല്ല 1.1600 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 80 പിപ്പോളം താഴെ വരണം. ഓക്കെ, അവിടുന്ന് നമുക്ക് യൂറോ USD ബൈ ചെയ്യാം. വേറെ ഒന്നും എനിക്ക് തൽക്കാലത്തേക്ക് പറയാനായിട്ടില്ല. യൂറോ USDയിൽ ആ ഒരു പൊസിഷനിലെത്തിയാൽ മാത്രം ബൈ ചെയ്യുക. യൂറോ USD JPY ഓക്കെ 158.383 നിൽക്കുന്നു. എങ്ങാനും 158 ഇവിടുന്നേ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. 157.80 താഴെ സ്റ്റോപ്പ് ലോസ്. ഇവിടുന്ന് ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്റർ ബൈ ഇവിടുന്ന് വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ബൈ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 158 അവിടെ 158.10 158.20 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടുന്ന് നല്ലൊരു ബൈ എൻട്രി ഉണ്ടാകും. അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് നല്ലൊരു കാര്യം. ഓക്കെ, സോ നമ്മൾ വി ആർ വെയിറ്റിംഗ് ടു സീ USD JPY അഗൈൻ ടു 162 and 163 എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്താ പറയുക, ഒരു 4430 റേഞ്ചിലോട്ടൊക്കെ കിട്ടിയാൽ, നമുക്ക് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, കിട്ടിയാൽ നമുക്ക് ഇന്നത്തെ ദിവസം ബൈ ചെയ്യാം. ഇല്ലാത്ത പക്ഷം ഗോൾഡിൽ മാറി നിൽക്കുക. 4430-35 റേഞ്ചിൽ കിട്ടിയാൽ മാത്രം ബൈ ചെയ്യുക. കാരണം എനിക്ക് എന്താ പറയുക, വെറുതെ ഒരു ഇന്നൊന്നും ചെയ്യണ്ട എന്ന് പറയാനായിട്ടൊരു മടി. 4430 അവിടെയൊക്കെ വീണ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകും. അപ്പം അത് മാത്രമാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ ഗോൾഡിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ബൈ സൈഡിൽ നിൽക്കുക, ഓക്കെ, സെൽ സൈഡിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നല്ല ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങൾക്ക് നല്ല ബ്രോക്കേഴ്സ് സജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം എന്തായാലും നമ്മളുടെ മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.